ഈശ്വംശേരി സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വചനധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനും യേശുവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുന്നതിനും വേണ്ടിയാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുകയും പൂർണ്ണതയിലേക്ക് നയിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ സന്തോഷകരമാക്കുകയും ചെയ്യും എന്നതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് കൂട്ടായിട്ടുണ്ടാവും. അതിനുവേണ്ടി നമ്മളെപ്പോഴും ദാഹിക്കുകയും ആഗ്രഹിക്കുകയും വേണം. അതുപോലെ തന്നെ ദൈവവചനം ധ്യാനിക്കുകയും യേശുവിൻ്റെ സാന്നിധ്യമായ കുദാശകളിലൂടെ യേശു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ ധാരാളമായ വരപ്രസാദം പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് ലഭിക്കുകയും നാം വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ സാധിക്കും എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സ്വന്തം ജീവിതം കൊണ്ട് ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും അങ്ങനെ ലോകത്തിനാകെ വിശ്വാസികൾക്കാകെ ഒരു അനുഗ്രഹമാവുകയും ചെയ്ത ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. അബ്രഹത്തോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഒരു ക്രൈസ്തവൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യേശു നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച അബ്രഹാം, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം അറിയപ്പെടുന്നത്. ദൈവത്തെ സ്വന്തമാക്കുകയും ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുകയും ചെയ്തു. ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ ജീവിതത്തെ നവീകരിച്ചു. അബ്രഹാം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ഒരു വലിയ ജനതയുടെ പിതാവാക്കി മാറ്റിയപ്പോൾ ആ പേര് അബ്രാഹം എന്നായി മാറുന്നു. ആ പേര് മാറ്റം തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള മാറ്റത്തെക്കുറിച്ചാണ്. പിതാവായ തേരഹിനോടൊപ്പം കഴിഞ്ഞിരുന്ന അബ്രഹാം ദൈവത്തിൻ്റെ വിളിയനുസരിച്ച് സ്വന്തം പിതൃഭവനത്തെയും ബന്ധുജനങ്ങളെയും ഉപേക്ഷിച്ച് യാത്രയാവുമ്പോൾ വചനത്തിൽ മനോഹരമായി പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാത്തെ ദൈവം സ്വന്തം കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി പറയുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അങ്ങനെ നിന്റെ സന്തതികൾ ലോകത്തെ കീഴടക്കും. അത്രമാത്രം അനുഗ്രഹമാണ് ദൈവം അബ്രാഹത്തിന് മേൽ ചൊരിയുന്നത്. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ അബ്രാഹം അതിൽ വിജയിക്കുകയും ദൈവം വാഗ്ദാനം ചെയ്ത മഹത്വം സ്വന്തമാക്കുകയും അങ്ങനെ ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്തു. അബ്രാഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ പ്രഭാവൂലം നാം വ്യക്തമായി കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചതുകൊണ്ടാണ് അബ്രാഹാമിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തൻ്റെ ജീവിതത്തെ അബ്രാഹാം സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1 പത്രോസ് 3:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവവചനം അറിയുകയും അനുസരിക്കുകയും ചെയ്യുക. അങ്ങനെ ആഴമായ വിശ്വാസ ജീവിതം നയിക്കുക. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതിനും അതിനനുസരിച്ച് ജീവിക്കാനും പരിശ്രമിക്കുക. മാർക്കോസ് 11:24 നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ജീവിതത്തിൽ അന്ധകാരം വ്യാപിക്കുമ്പോൾ
ജീവിതത്തിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയിലേക്ക് നമ്മൾ വീണുപോകുമ്പോൾ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ ബലിയായി നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുദിനമുണ്ടാകുന്ന പരീക്ഷണങ്ങളെ നമ്മൾ വിജയകരമായി നേരിടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് അവയെ അതിജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രസാദകരമായ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാക്കുക. നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥകളുണ്ടാവാം, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥകളുണ്ടാവാം. അവിടെയെല്ലാം അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്ക് മാർഗമാകണം. വിശ്വാസത്തിൽ എങ്ങനെയാണ് അടിയുറച്ച് നിൽക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അബ്രാഹം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വചനം നൽകുന്ന ആനന്ദത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വ്യക്തിത്വങ്ങളെ വിശ്വാസ അഗ്നിയാൽ ജ്വലിക്കുന്ന പ്രകാശഗോപുരങ്ങളാക്കി മാറ്റാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നന്ദി, യേശു ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു സ്തോത്രം, യേശു നന്ദി.